വിവിധങ്ങളായ സ്ഥാപനങ്ങളും കച്ചവടങ്ങളും വ്യാപാരവുമൊക്കെ നടത്തിയ ആരിഫ് ഹുസൈൻ പുതിയൊരു വ്യാപാരശാല തുറന്നിട്ടുണ്ട്. അത് സംവാദ വ്യാപാരശാലയാണ്. ഒരു വശത്ത് നമ്മുടെ സാക്ഷാൽ രാഹുൽ ഈശ്വറാണ്. നന്മയാണ് ജിഹാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷമെന്ന് ആര് പറയുന്നു? ആരിഫ് പറയുന്നു. ജിഹാദ് തിന്മയാണെന്നാണ് ആരിഫ് പറയാൻ പോകുന്നതെന്ന് ആരിഫ് സ്വയം പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു കുറിപ്പും ഇട്ടിട്ടുണ്ട്. ഉടുമുണ്ട് പൊക്കി നോക്കി അള്ളാഹു അക്ബർ വിളിപ്പിച്ച് കലിമ ചൊല്ലിച്ച് തലവെട്ടുന്ന ജിഹാദ് വാഴുന്ന ഈ കാലത്ത് ജിഹാദ് നന്മയാണെന്ന് പറയാൻ ഉളിപ്പിച്ചിരിയൊന്നും പോരാ. എന്നാലും ഇസ്ലാമിനെ രക്ഷിക്കാൻ മുസ്ലിങ്ങൾക്ക് പോലും സാധിക്കാതെ നിൽക്കുന്ന ഈ നേരത്ത് ഒരു മിശിഹായായി ഇറങ്ങി വന്ന് പലതവണ ഇസ്ലാമിനെ രക്ഷിച്ചിട്ടുള്ള ആ പേരിൽ മുസ്ലിങ്ങൾക്ക് പ്രിയങ്കരനായ രാഹുൽ ഈശ്വർ ഇത്തവണയും അതിന് ശ്രമിക്കും. ഫലത്തിൽ ജിഹാദ് എന്ന തിന്മയെ കൂടുതൽ മുസ്ലിങ്ങൾ അറിയും. മുസ്ലിങ്ങൾക്കത് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ സംവാദം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നാടിൻ്റെ ആവശ്യമാണ്. ലോകത്തെ ജിഹാദ് മുക്തമാക്കാൻ ഈ സംവാദം അത്യന്താപേക്ഷിതമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. പക്ഷേ ഇതുപോലൊരു കുറിപ്പ് എവിടെ കാണൂല? രാഹുൽ ഈശ്വറിൻ്റെ പേജിൽ കാണൂല. കാരണം രാഹുൽ ഈശ്വറിന് ജീവിക്കാൻ മറ്റു പല മാർഗങ്ങളുമുണ്ട്, പല ചുറ്റുപാടുകളുമുണ്ട്. എന്നാൽ ആരിഫ് ഹുസൈന് ജീവിക്കാൻ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഈ കുറിപ്പും ഇതിനകത്തുള്ള ലിങ്കും ഒക്കെ കാണിച്ചു വേണം കാശ് പിരിക്കാൻ. ഇതിനു മുമ്പ് ഈ സുന്നത്ത് കല്യാണം നടത്തുന്നതിന്, പൊച്ചം കണ്ടിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി കാശ് പിടിച്ചിരുന്നു. കാശ് പിരിച്ചെങ്കിലും ഹൈക്കോടതി അത് തള്ളി. പിന്നീട് ഏതെങ്കിലും കോടതിയിൽ പോയോ ആ പിരിച്ച കാശ് എത്രയുണ്ട് ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. പുള്ളി വളരെ കൃത്യവും വ്യക്തവുമായി ഈ ചായ കുടിക്കുന്നതിനും ടീഷർട്ട് ഇടുന്നതിനുമൊക്കെ കാശ് പിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ കൂടെയാണ് ഈ സംവിധാനങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്ന് മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ എന്തോ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹം അമ്മയെ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ കൊണ്ടാക്കാനായോ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനോ എന്തോ തയ്യാറെടുക്കുകയോ അവർ ഒരുമിച്ച് പോവുകയോ ഒക്കെ ചെയ്യുകയാണ്. അത് ഏത് വിശ്വാസമായാലും ആ മകന് അമ്മയോടുള്ള സ്നേഹം, ആ രാത്രിയിലും ഒപ്പം പോകാനും കൊണ്ടുവിടാനുമൊക്കെ ശ്രമിക്കുന്ന ആ തിരക്ക് എന്നോട് പറയുന്ന രാഹുൽ ഈശ്വറിന് തിരക്കായി തോന്നിയെങ്കിലും എനിക്കത് ഭയങ്കരമായ ഒരു സന്തോഷമാണ് തോന്നിയത്. അമ്മയെ രാത്രി കൊണ്ടുവിടാൻ പോകുന്ന മകൻ. മറുവശത്ത് ഈ മകനോ ഉമ്മയെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടത്രേ. എന്തിനാണ്? ആവശ്യം വന്നാൽ ശബ്ദരേഖ പുറത്തുവിടാൻ. ഉമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇങ്ങനെയൊക്കെ ആയിപ്പോയതിന് ഉമ്മ ആരോടൊക്കെയോ പ്രയാസം പറഞ്ഞതുകൊണ്ട് ഉമ്മയെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി. ആരിഫ് എന്തെല്ലാമാണ് തുറന്നു കാട്ടുന്നത്? ഉമ്മായെ തുറന്നു കാട്ടണം, ഉപ്പായെ തുറന്നു കാട്ടണം, ജനിപ്പിച്ച മതവും പ്രക്രിയയും അടക്കമുള്ളതിനെ എല്ലാം തുറന്നു കാട്ടണം. പിന്നെ അതുകൂടാതെ ആരിഫ് പഠിച്ച ഹോമിയോപ്പതിയെ തുറന്നു കാട്ടണം. അങ്ങനെ ആരിഫ് ഏതെല്ലാം മേഖലകളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ ആ മേഖലകളെല്ലാം തുറന്നു കാണട്ടണം. ആ തുറന്നു കാട്ടുന്നതിന് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാശ് കൊടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഈ വീട്ടിലൊക്കെ ഭിക്ഷയ്ക്ക് വരുന്ന ചിലർ, പിന്നെ ഈ അവരുടെ ചില അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ക്യാൻസർ ബാധിച്ച സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ പൊക്കി കാണിക്കും. നമുക്ക് കാണാൻ പറ്റില്ല, അത്രമേൽ ഇങ്ങനെ വ്രണമായിരിക്കുന്നതായിരിക്കും. അത് കണ്ടിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നത് പോലെ ഈ ആരിഫ് ഹുസൈൻ ഇതെല്ലാം തുറന്ന് കാണിക്കുന്നതിന് പുള്ളിക്ക് അതിനേ പറ്റുള്ളൂ. അല്ലാതെ വേറെ അടച്ച് കാണിക്കുന്നതൊന്നും പുള്ളിക്ക് പറ്റില്ല. എന്തെങ്കിലും കാശ് ആർക്കെങ്കിലും കൊടുത്ത് കാണിക്കുന്നതോ വേറൊരാളിനെ സഹായിച്ചിങ്ങനെ കാണിക്കുന്നതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംഗതി ചെയ്യുന്നതോ ഒന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാം തുറന്ന് കാണിക്കുന്ന പ്രക്രിയയിലാണ് ആരിഫ് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞായറാഴ്ചയോ മറ്റോ, നാളെയാണെന്ന് തോന്നുന്നു, ഉച്ച കഴിഞ്ഞിട്ട് ഇത് തുറന്ന് കാണിക്കുന്നുണ്ട്. ആ തുറന്ന് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരുടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. പുള്ളി ഈ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം വലിയ വ്യതിയാനം ലോകത്താകെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ജനൻ ടി വി തന്നെ ഒരു വാർത്ത കാണിച്ചു. ലോകത്ത് പിന്നെ എന്താ പറയുന്നത്, ഇസ്ലാമിൻ്റെ എണ്ണം വളരെ ഗണ്യമായി കുറയുന്നത്രേ. കൂടുന്നെന്ന് പറഞ്ഞ് വാർത്ത എടുത്ത് കാണിച്ചിട്ട് ഇവരൊക്കെ ഈ പ്രയത്നിക്കുമ്പോഴും മറുവശത്ത് നടക്കേണ്ടതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പുള്ളി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹജ്ജ് വരുമ്പോൾ ഹജ്ജിനെതിരെ പ്രസംഗിക്കും. അപ്പോൾ അത് കേട്ട് അവിടെ എന്ത് ചെയ്യുന്നു? മക്കയിൽ ആരും ഇല്ലാത്തൊരവസ്ഥ എത്തിച്ചേരും. പിന്നെ അതുപോലെ തന്നെ നോമ്പ് വരുമ്പോൾ നോമ്പിനെതിരെ പുള്ളി തുറന്നു കാട്ടും. അത് തുറന്നു കാട്ടുമ്പോൾ നോമ്പ് പിടിക്കുന്നവരെല്ലാം നോമ്പ് മുറിക്കും. സക്കാത്ത് വരുമ്പോൾ പുള്ളി സക്കാത്തിനെ അത് കാട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സക്കാത്തിനെ തുറന്നു കാട്ടുന്നത് ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാവും ഇതാണെന്ന്. ഇപ്പോൾ അതുകൊണ്ട് പുള്ളി ChatGPT വന്നതിന് ശേഷം ഇനി ഉപജീവന മാർഗത്തിനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വെല്ലുവിളി മാത്രമേ പറ്റുള്ളൂ. കാരണം ChatGPTയോട് ചോദിക്കുമ്പോഴൊന്നും പുള്ളിക്ക് പറ്റുന്ന ഉത്തരം കിട്ടുന്നില്ല. അതാദ്യം തന്നെ നമ്മുടെ രവിചന്ദ്രൻ, പുള്ളിയുടെ ഗുരു, പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് കാണുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തെ നമ്മുടെ അബ്ദുള്ള ബാസിലും എല്ലാം കൂടെ പൊളിച്ചു കളഞ്ഞു. പിന്നെ പുള്ളി ഇപ്പോൾ ChatGPT അടിച്ചു പൊട്ടിച്ചു.
അതിനുശേഷമാണ് ഇദ്ദേഹം തുറന്നത്. അതിലും പുള്ളി ചോദിച്ചിട്ട് കറക്റ്റായിട്ട് ഉത്തരവൊന്നും കിട്ടിയില്ല. രാഹുൽ ഈശ്വറുമായുള്ള സംവാദത്തിൽ ആ ഉത്തരം എടുക്കാൻ പോയതിനിടയിലെ നിമിഷങ്ങൾ കൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് രാഹുൽ ഈശ്വർ ക്യാപ്ചർ ചെയ്ത് അത് കാണിച്ചു. അപ്പോൾ പിന്നെ സംവാദത്തിലൂടെ ജീവിക്കാം എന്ന് കരുതിയാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മറ്റിതര മതത്തിൽപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, ഈ പുള്ളിയെക്കുറിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡെല്ലാം അന്വേഷിക്കണം. എന്നിട്ട് നിങ്ങൾ പുള്ളിയുടെ ആശയത്തെ പിന്തുടർന്നോ. കാശ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാടി അപ്പുറത്ത് വരുന്നു എന്നും പറഞ്ഞൊരു ഓളമൊക്കെ ഉണ്ടാക്കി പുള്ളി അപ്പോഴേ അപ്പുറത്താണ് വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അങ്ങനെയാണ് ജീവിക്കുന്നത്. എങ്കിലും ഇപ്പോഴത്തെ സമയം വന്നപ്പോൾ പുള്ളി പേര് മാറുന്നു, മതം മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ചാടി നിങ്ങളുടെ നിന്നെല്ലാം കൂടെ കാശ് പിരിച്ച് ഒരു സിനിമ എടുത്തായിരുന്നു ഒരു പുള്ളി. പിന്നെ വേറൊരു ഉണ്ടായിരുന്നല്ലോ, പടം വരച്ചുകൊണ്ട് പോയി കൃഷ്ണൻ്റെ അവിടെ ചെന്ന് നിന്ന് ഹൈക്കോടതി കേസെടുക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവരും ജാതിയൊക്കെ മാറി അവിടെ വരുന്നുണ്ട്. ഈ ഹിന്ദുക്കളെന്ന് പറയുന്നത് പൊതുവിൽ വികാരജീവികളല്ല മുസ്ലിങ്ങളെ പോലെയെങ്കിലും നിരുപദ്രവകാരികളും പാവപ്പെട്ടവരുമാണ്. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇതൊക്കെ അഭിനയിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇവർക്കൊക്കെ സത്യസന്ധമായ ഈ വിശ്വാസത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇതൊക്കെ പറയുന്നതെന്ന്. അതുകൊണ്ട് ഏത് വൈരാഗികളും വിദ്വേഷികളും ആവേശം കൊണ്ടുകൊള്ളുക. നമ്മൾ സാധാരണ ഈ ബാറിന് മുന്നിൽ തൊട്ടപ്പുറത്ത് ടച്ചിങ്സ് വിൽക്കുന്നവരുണ്ടല്ലോ, അത് വിറ്റോട്ടെന്ന് ഞാൻ പറയും. കാരണം അവരെ ജീവിക്കാൻ കൊണ്ടുപോകല്ലേ. പക്ഷേ വാങ്ങിച്ചടിച്ച് കളയരുത് എന്ന് പറയുന്നത് പോലെ കാശിട്ട് കൊടുത്ത് വഷളാക്കി കളയരുത്. അത്രയും ശ്രദ്ധിച്ചാൽ മതി, ഇതങ്ങ് അവസാനിച്ചോളൂ.